നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസമാണ് കോഴിക്കോട് പാളയത്ത് ഒറ്റമുറി വീടിനുള്ളിൽ ബിജു എന്ന യുവാവ് ക്രൂരമായി കൊല്ലപ്പെട്ട സംഭവം പുറംലോകം അറിയുന്നത്. ഒരു നാടിനെ മുഴുവൻ നടുക്കിയിരിക്കുകയാണ് ബിജുവിന്റെ മരണം. ബിജുവിന്റെ ശരീരത്തിൽ ആകെ 45 മുറിവുകൾ ഉണ്ടെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ പ്രാഥമിക കണ്ടെത്തൽ. അതായത് പ്രതികളുടെ ലക്ഷ്യം ഒരു മർദ്ദനമോ മറ്റൊന്നുമല്ല, അതിക്രൂരമായി കൊല്ലുക എന്നുള്ള വൈരാഗ്യം തന്നെയാണ് എന്നുള്ളത് ഇതിൽ നിന്ന് വ്യക്തമാണ്. 45 മുറിവുകളാണ് ശരീരത്തിലുള്ളത് എന്ന് ഓർക്കണം. പ്രതികൾ ബിജുവിനോട് എത്രത്തോളം ക്രൂരമായാണ് പെരുമാറിയതെന്ന് ഈ മുറിവുകൾ വ്യക്തമാക്കുന്നുണ്ട്. കഴുത്തിന്റെ മുൻഭാഗത്തും പിൻഭാഗത്തുമായി മാത്രം 18 കുത്തുകൾ ഏറ്റിട്ടുണ്ട്. ബിജുവിന്റെ മരണം ഉറപ്പാക്കാൻ പ്രതികൾ പദ്ധതി തയ്യാറാക്കിയാണ് ആക്രമണം നടത്തിയതെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. ബിജുവിന്റെ ശരീരത്തിലേറ്റ മുറിവുകളുടെ സ്വഭാവം പരിശോധിച്ച അന്വേഷണ സംഘം കൊലപാതകത്തിനായി സാധാരണ അടുക്കളയിൽ ഉപയോഗിക്കുന്ന തരത്തിലുള്ള കത്തി, അതായത് കിച്ചൺ നൈഫ് ആയിരിക്കാം ഉപയോഗിച്ചതെന്ന നിഗമനത്തിലാണ്. വീടിനുള്ളിൽ നടന്ന മൽപ്പിടുത്തത്തിനിടയിലാണ് ഇത്രയധികം കുത്തുകൾ ഏറ്റതെന്നാണ് കരുതുന്നത്. പ്രതികൾ കൃത്യമായ ആസൂത്രണത്തോടെയാണോ എത്തിയതെന്ന കാര്യം പോലീസ് പരിശോധിച്ചു വരികയാണ്. പാളയം പച്ചക്കറി മാർക്കറ്റിലെ CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. അതേസമയം പുറത്തുവരുന്ന വിശദാംശങ്ങൾ അനുസരിച്ച് കൃത്യമായി പ്രതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയതാണെന്ന് തെളിയുകയാണ്. പ്രതികളെക്കുറിച്ച് ചില സൂചനകൾ ലഭിച്ചിട്ടുണ്ടെന്നാണ് സിറ്റി പോലീസ് കമ്മീഷണർ AP ഷൗക്കത്ത് അലി വ്യക്തമാക്കിയിട്ടുള്ളത്. ഏതായാലും പ്രതികളെ കണ്ടെത്താനുള്ള തിരച്ചിൽ പോലീസ് ആരംഭിച്ചു കഴിഞ്ഞു. ലഹരി സംഘങ്ങൾക്കെതിരെ പോലീസ് നടത്തുന്ന ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയുടെ ഭാഗമായി വിവരം നൽകിയതിലുള്ള പകയാണ് കൊലപാതകത്തിന്റെ പിന്നിലെന്ന കുടുംബത്തിന്റെ ആരോപണവും നാടിനെ ഭീതിയിലാഴ്ത്തിയിരിക്കുകയാണ്. ലഹരി മാഫിയയുടെ കടുത്ത പ്രതികാരമാണ് കൊലപാതകമെന്ന സംശയം ബലപ്പെടുത്തുന്നതാണ് ബിജുവിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. പൊതുജന പങ്കാളിത്തത്തോടെ ലഹരി സംഘങ്ങളെ പിടികൂടാൻ പോലീസ് ആവിഷ്കരിച്ച ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയുടെ ഭാഗമായി ബിജു പോലീസിന് രഹസ്യ വിവരങ്ങൾ നൽകിയിരുന്നുവെന്നും കുടുംബം വെളിപ്പെടുത്തുന്നു. ബിജുവിന്റെ വീടിനോട് ചേർന്നുള്ള ഗ്രൗണ്ടിൽ രാത്രികാലങ്ങളിൽ പരസ്യ മദ്യപാനത്തിനും ലഹരി ഇടപാടുകൾക്കുമായി എത്തുന്ന സംഘങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ബിജു പോലീസിന് കൈമാറിയത്. പോലീസിന് വിവരം നൽകിയതിന് പിന്നാലെ പ്രദേശത്തെ ലഹരി സംഘങ്ങൾക്ക് ബിജുവിനോട് കടുത്ത ശത്രുതയുണ്ടായിരുന്നുവെന്നും കുടുംബം ആരോപിക്കുന്നു. ഇതേ തുടർന്നുണ്ടായ മുൻവൈരാഗ്യമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് അമ്മയും ബന്ധുക്കളും ഉറച്ചു വിശ്വസിക്കുന്നത്. ബിജു നൽകിയ വിവരങ്ങൾ ലഹരി സംഘങ്ങളിലേക്ക് ചോർന്നു പോയിട്ടുണ്ടോ എന്ന കാര്യത്തിലും നാട്ടുകാർക്കിടയിലും വലിയ സംശയങ്ങൾ ഉയരുന്നുണ്ട്. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് ഗുരുതരമായ തെറ്റ് തന്നെയാണ്. ഒരു നാടിനെ രക്ഷിക്കാൻ അല്ലെങ്കിൽ ഈ ചെറുപ്പക്കാരെ ലഹരിയിൽ നിന്ന് രക്ഷിക്കാൻ പോലീസിന് വിവരം നൽകിയ ഒരു ചെറുപ്പക്കാരനെ കുറിച്ച് പ്രതികൾക്ക് വിവരങ്ങൾ ചോർത്തി നൽകിയതും പോലീസ് തന്നെയാണോ എന്നുള്ള ഗുരുതരമായ സംശയമാണ് ഉയരുന്നത്. പ്രദേശത്ത് ലഹരി മാഫിയയുടെ പ്രവർത്തനങ്ങൾ സജീവമായതോടെ ഇതിനെതിരെ ബിജു പലപ്പോഴും പരസ്യമായി പ്രതികരിച്ചിരുന്നുവെന്നാണ് ആ അമ്മ കണ്ണീരോടെ പറയുന്നത്. വീടിനടുത്തുള്ള ഗ്രൗണ്ട് കേന്ദ്രീകരിച്ച് അനാശാസ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനെ ബിജു ചോദ്യം ചെയ്ത് ഈ സംഘങ്ങളെ അത് ചൊടിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് കഴിഞ്ഞ ദിവസം പുലർച്ചെ 3 മണിയോടെ പാളയത്തെ ഒറ്റമുറി വീട്ടിൽ ബിജുവിനെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തുന്നത്. സംഭവം നടന്ന മണിക്കൂറുകൾ പിന്നിട്ടിട്ടും പ്രതികളെ കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ കണ്ടെത്താനോ അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനോ പോലീസിന് സാധിച്ചിട്ടില്ല. പ്രതികൾക്കായി നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. ലഹരി മാഫിയയുടെ പങ്ക് ശക്തമാണെന്നിരിക്കെ പ്രതികൾ സംസ്ഥാനം വിടാനുള്ള സാധ്യതയും പോലീസ് തള്ളിക്കളയുന്നില്ല. എന്തുകൊണ്ടാണ് ഇത്രയും സമയം കഴിഞ്ഞിട്ടും പ്രതികളെ കുറിച്ച് ഒരു സൂചന പോലും പോലീസിന് ലഭിക്കാതിരിക്കുന്നത്? പ്രതികളെ കണ്ടെത്താനായി പാളയം പച്ചക്കറി മാർക്കറ്റിലെ പരിസരത്തെയും കടകളിലെയും CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. പുലർച്ചെ ഈ മേഖലയിൽ സംശയാസ്പദമായ സാഹചര്യത്തിൽ കണ്ടവരുടെ ദൃശ്യങ്ങളാണ് പരിശോധിക്കുന്നത്. ഇതിനൊപ്പം ബിജുവിന്റെ മൊബൈൽ ഫോൺ രേഖകളും പോലീസ് സൈബർ സെല്ലിന്റെ സഹായത്തോടെ പരിശോധിച്ചു വരികയാണ്. കൊലപാതകം സംബന്ധിച്ച് പോലീസിന് ചില നിർണായക സൂചനകൾ ലഭിച്ചിട്ടുണ്ടെന്നും സിറ്റി പോലീസ് കമ്മീഷണർ AP ഷൗക്കത്ത് അലി അറിയിച്ചു. ഓപ്പറേഷൻ തൂഫാൻ വിവരങ്ങളുമായി ബന്ധപ്പെടുത്തി കുടുംബം ഉന്നയിച്ച ഗുരുതരമായ ആരോപണങ്ങൾ പ്രത്യേക സംഘം പരിശോധിക്കും. കേസിൽ യാതൊരുവിധ വിട്ടുവീഴ്ചയും ഇല്ലാത്ത അന്വേഷണം ഉണ്ടാകുമെന്നാണ് കമ്മീഷണർ വ്യക്തമാക്കിയിരിക്കുന്നത്. പോലീസിനെ സഹായിച്ചതിന്റെ പേരിൽ ഒരു യുവാവ് സ്വന്തം വീടിനുള്ളിൽ ക്രൂരമായി കൊല്ലപ്പെട്ടത് പാളയം മേഖലയിലെ ജനങ്ങളെയും വലിയ ഭീതിയിലാഴ്ത്തിയിരിക്കുകയാണ്. പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ സുരക്ഷാ വീഴ്ചയാണ്
തന്നെയാണ് ബിജുവിന്റെ കൊലപാതകത്തിന് കാരണമായതെന്ന് ആരോപിച്ച് നാട്ടുകാരും വിവിധ സംഘടനകളും രംഗത്തെത്തിയിട്ടുണ്ട്. പ്രതികളെ എത്രയും വേഗം പിടികൂടിയില്ലെങ്കിൽ ശക്തമായ സമര പരിപാടികളിലേക്ക് നീങ്ങാനാണ് നാട്ടുകാരുടെ തീരുമാനം. ഇന്നലെ പുലർച്ചെ 3 മണിയോടെ ബിജുവിന്റെ അമ്മയാണ് ചോരയിൽ കുളിച്ചു കിടക്കുന്ന മകനെ ആദ്യം കാണുന്നത്. പശുവിനെ നോക്കാനും ഫാമിലെ പണികൾക്കുമായി പുലർച്ചെ 3 മണിക്ക് വിളിക്കാൻ ചെന്നതായിരുന്നു അമ്മ. 3 മണിക്ക് വിളിക്കാൻ ചെന്നപ്പോൾ റൂമിലെ ലൈറ്റും ഫാനും ഓഫായിരുന്നു. സാധാരണ അവൻ ഉള്ളിൽ നിന്ന് കുറ്റിയിട്ടാണ് കിടക്കാറുള്ളത്. എന്നാൽ വാതിൽ പുറത്തുനിന്ന് പൂട്ടിയ നിലയിലായിരുന്നു. എന്തോ പന്തികേട് തോന്നി ലോക്ക് തുറന്ന് ലൈറ്റിട്ട് നോക്കിയപ്പോഴാണ് എന്റെ മോൻ ചോരയിൽ കുളിച്ചു കിടക്കുന്നത് കാണുന്നത്. ഞാൻ 2 കൈയും പൊക്കി അവനെ എടുത്തു നോക്കി. ശ്വാസമൊന്നുമില്ലായിരുന്നു. കഴുത്തിലും വയറിലുമൊക്കെ വലിയ മുറിവുകൾ ഉണ്ടായിരുന്നു. ചുമരിലൊക്കെ ചോര തെറിച്ചിട്ടുണ്ടായിരുന്നു. അവൻ സുഖമില്ലാതെ കിടന്ന് മരിച്ചതാണെങ്കിൽ എനിക്ക് ഇത്ര സങ്കടമില്ലായിരുന്നു. ഇത് ആരോ അപായപ്പെടുത്തിയതാണ്. എൻ്റെ മോന് നീതി വേണം എന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് ആ അമ്മ മാധ്യമങ്ങളോട് സംസാരിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ആ അമ്മയ്ക്ക് നീതി ലഭിക്കുക തന്നെ വേണം. ഒരു പോലീസിനെ സഹായിച്ചതിൻ്റെ പേരിൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള ഗുരുതരമായ സുരക്ഷാ വീഴ്ചയാണോ ഈ യുവാവിന്റെ മരണത്തിന് കാരണമെന്നുള്ളത് വ്യക്തമായി കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. ശനിയാഴ്ച രാത്രി 10:30 മണിക്ക് അമ്മയോടൊപ്പം ഇരുന്നാണ് ബിജു ഭക്ഷണം കഴിച്ചത്. തുടർന്ന് രാത്രി 11:30 വരെ സഹോദരിയും കുട്ടികളും ഫോണിൽ സംസാരിച്ചിരുന്നു. എന്നാൽ അതിനുശേഷം ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അർദ്ധരാത്രി 12 മണിക്കും 1 മണിക്കും ഇടയിലാണ് കൊലപാതകം നടന്നിട്ടുള്ളതെന്നാണ് കുടുംബം കരുതുന്നത്. ബിജുവിന്റെ പിതാവ് പശുവിനെ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് കോയമ്പത്തൂരിലായിരുന്നു. പ്രദേശത്ത് ലഹരി മാഫിയയുടെയും സാമൂഹിക വിരുദ്ധരുടെയും ശല്യം രൂക്ഷമാണെന്നും ഇതിനെതിരെ ബിജു പലപ്പോഴും പരസ്യമായി പ്രതികരിക്കാറുണ്ടായിരുന്നെന്നും കുടുംബവും നാട്ടുകാരും പറയുന്നു. പാളയത്തെ ലോഡ്ജ് കേന്ദ്രീകരിച്ചും ഗ്രൗണ്ട് കേന്ദ്രീകരിച്ചും രാത്രികാലങ്ങളിൽ ലഹരി സംഘങ്ങൾ കറങ്ങി നടക്കാറുണ്ട്. പരിചയമില്ലാത്ത ആരെ കണ്ടാലും അല്ലെങ്കിൽ ലഹരി സംഘങ്ങൾ പ്രശ്നമുണ്ടാക്കിയാലും ബിജു ചോദ്യം ചെയ്യാറുണ്ടായിരുന്നു. അതുപോലെയാണ് കഴിഞ്ഞ ദിവസം രാത്രി, അതായത് ഈ മരണം നടക്കുന്നതിന്റെ തലേദിവസം രാത്രിയും ഇത്തരത്തിൽ ഏതെങ്കിലും സാമൂഹിക വിരുദ്ധ പ്രവർത്തനം ശ്രദ്ധയിൽപ്പെട്ടതിനെ ബിജു ചോദ്യം ചെയ്തതാകാം അക്രമത്തിലേക്ക് നയിച്ചതെന്നാണ് ബന്ധുക്കളുടെ സംശയം. കുടുംബത്തിന്റെ ഈ സംശയങ്ങൾ പോലീസ് ഗൗരവമായി പരിശോധിക്കുന്നുണ്ട്. നഗരമധ്യത്തിൽ നടന്ന കൊലപാതകമായതിനാൽ അതീവ ഗൗരവത്തോടെയാണ് പോലീസ് കേസ് കൈകാര്യം ചെയ്യുന്നത്. പ്രദേശത്തെയും സമീപത്തെ ലോഡ്ജുകളിലെയും CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ഫോറൻസിക് ഉദ്യോഗസ്ഥരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധനകൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇത് പോലീസിന്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഗുരുതരമായുള്ള വീഴ്ചയാണെങ്കിൽ അവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ടതാണ്. മാത്രമല്ല പ്രതികളെ എത്രയും വേഗത്തിൽ തന്നെ പിടികൂടാൻ കേരള പോലീസിന് സാധിക്കട്ടെ എന്ന് തന്നെ നമുക്കും വിചാരിക്കാം.